വൈറ്റില മേൽപ്പാല നിർമ്മാണത്തിനെതിരെ വിമർശനവുമായി ഗതാഗത മന്ത്രി. മേൽപ്പാലം തല്ലിപ്പൊളിച്ചു നീക്കണമെന്ന് കെ.പി. ഗണേഷ് കുമാർ. പാലത്തിന് താഴെ വാഹനം തിരിക്കാൻ കഴിയാത്ത അവസ്ഥയെന്നാണ് വിമർശനം. അശാസ്ത്രീയ നിർമ്മാണം തിരുത്താൻ 1.5 കോടി രൂപ അനുവദിച്ചതായും ഗണേഷ് കുമാർ പറഞ്ഞു. കൊച്ചിയിലെ ഏറ്റവും തിരക്കേറിയ വൈറ്റില ജംഗ്ഷനിലെ മേൽപ്പാലം ഇന്ന് വിമർശനങ്ങളുടെ കേന്ദ്രബിന്ദുവാണ്. പാലത്തിന് താഴെ വാഹനങ്ങൾ യൂട്ടേൺ എടുക്കാൻ പോലും കഴിയാത്ത വിധം അശാസ്ത്രീയമായാണ് തൂണുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ നിർമ്മാണ പിഴവ് തിരുത്താൻ മാത്രം 1.5 കോടി രൂപ അനുവദിക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ് ഗതാഗത മന്ത്രിയുടെ തുറന്നടിക്കൽ. അശാസ്ത്രീയമായി തൂണുകൾ അവിടെ ഇവിടേക്ക് വെച്ചപ്പോൾ ഈ റോഡിൽ കൂടെ വണ്ടി പോകുന്നതിനെ പറ്റി ചിന്തിക്കാതെ പാലം ഒന്ന് പണിഞ്ഞു. താഴെ കൂടെ വണ്ടി പോകും എന്ന കാര്യം ഈ പാലം പണിഞ്ഞാൽ ചിന്തില്ല. അയാളെ സംബന്ധിച്ച് പാലം പണിയാന്നുള്ള ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞ് പുതുക്കി പണിയാനാണ് 1.5 കോടി. എന്നാലും അത്രത്തോളം ശരിയാവും നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം അതാണ് പ്ലാനിങ്ങില്. പുതുതായി നിർമ്മിക്കുന്ന റോഡുകളിൽ പോലും പ്ലാനിംഗ് കുറവ് മൂലം അപകട മേഖലയായ ബ്ലാക്ക് സ്പോട്ടുകൾ വർദ്ധിക്കുകയാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. പലപ്പോഴും ഗൂഗിൾ മാപ്പ് നോക്കിയാണ് റോഡ് ഡിസൈൻ ചെയ്യുന്നതെന്ന പരിഹാസവും മന്ത്രി ഉയർത്തി. ഈ പാലം പണിഞ്ഞപ്പോൾ കൃത്യമായി താഴത്തെ ട്രാഫിക് കൂടെ പരിഗണിച്ചുകൊണ്ട് അത് ടേൺ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിന് തൂണ് പണിതിരുന്നെങ്കിൽ പാലത്തിന് ബലവും കിട്ടിയാലേ ഈ കുരുക്കൊഴിഞ്ഞു. ഇപ്പൊ കുരുക്കൊഴിക്കാൻ വലിയ പാടായി മാറിയിരിക്കുക. സിവിൽ എഞ്ചിനീയറിംഗ് പഠനത്തിൽ റോഡ് ഡിസൈനിംഗ് കൂടി ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശവും മന്ത്രി മുന്നോട്ട് വെച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.